കോഴിക്കോട് രൂപതയെ അതിരൂപതയായും മെത്രാനായ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും ഇന്ന് സ്ഥാനാരോഹണം നടത്തും. തന്റെ സ്ഥാനാരോഹണത്തെ ദൈവാനുഗ്രഹമായി കാണുന്നുവെന്ന നിയുക്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. മലബാറിലെ ലാറ്റിൻ സഭയുടെ മാതൃരൂപമായ കോഴിക്കോട് രൂപത സ്ഥാപിതമായിട്ട് 102 വർഷം പൂർത്തിയാകുമ്പോഴാണ് രൂപതയെ അതിരൂപതയായി ഉയർത്തിയത്. ശതാബ്ദി നിറവിലുള്ള കോഴിക്കോട് രൂപതയ്ക്ക് ഇരട്ടി മധുരമായി രൂപത അധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ പ്രഥമ ആർച്ച് ബിഷപ്പായും നിയമിച്ചു. KCBCയുടെയും CBCIയുടെയും ജനറൽ സെക്രട്ടറി ആയിരുന്ന ബിഷപ്പ് നിലവിൽ KRL-CBCയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുകയാണ്. ഒരു ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ജനങ്ങളെ അറിയുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തിയായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് ബിഷപ്പ് പറഞ്ഞു. ലത്തീൻ സഭയുടെ കേരളത്തിലെ 3ാമത്തെ അതിരൂപതയാണ് കോഴിക്കോട്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായിരുന്ന കണ്ണൂർ, സുൽത്താൻപേട്ട് എന്നീ രൂപതകളെ സാമന്ത രൂപതകളായി നൽകിയാണ് കോഴിക്കോട് അതിരൂപത സ്ഥാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് അപ്പസ്തോലിക് നൂൻഷ്യോ റവറൽ ലിയോപോൾഡോ ജിറല്ലി നേതൃത്വം നൽകും. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് വചനപ്രഘോഷണം നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.